ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ഡിസംബർ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ദിവസമാണിന്ന്. ഈശോയുടെ കരുണ നമുക്ക് പ്രത്യേകമായി യാചിക്കാം. കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഈശോയുടെ രക്തവും ജലവും നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ച് നമ്മുടെ സഹനങ്ങൾ കൂടുതൽ ആത്മീയമായ ആർജവത്തോടെ ഏറ്റെടുക്കാൻ ഈ ആദ്യ വെള്ളിയാഴ്ചയുടെ നല്ല ആചരണം നമ്മളെ സഹായിക്കട്ടെ. ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ദിവസത്തെ ധ്യാനചിന്ത ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നതിൻ്റെ ആദ്യ വാക്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രാർത്ഥനയുടെയും ദൈവവിചാരത്തിൻ്റെയും ആത്മീയമായ കാര്യങ്ങളുടെയും മലയിലേക്ക് നമ്മൾ കയറേണ്ട സമയമാണ് ഈ 25 നോമ്പുകാലം. നമ്മൾ നന്നായി കുമ്പസാരിച്ച് നല്ലപോലെ തിരുവചനം വായിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ഈശോയെ സ്വീകരിച്ച് ഒരു ആത്മീയതയുടെ മലയിലേക്ക് ഈശോയെ പോലെ കയറേണ്ട സമയമാണിത്. ഈശോ ശ്രദ്ധിച്ചു, ആളുകൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഈശോയ്ക്ക് തോന്നി, എനിക്ക് അവരോട് ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് പറയണം. ഈശോ അവരോട് സ്വർഗത്തിൻ്റെ രത്നച്ചുരുക്കം അവിടെ വെച്ച് പറയുകയാണ്. അതാണ് അഷ്ടസൗഭാഗ്യങ്ങളെന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകൾ തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവരോട് ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ 25 നോമ്പിൻ്റെ നാളുകൾ പ്രത്യേകമായും അല്ലാത്തപ്പോഴും എപ്പോഴും നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ അവരോട് സ്വർഗത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതെയോ നമ്മുടെ സംസാരം വെറുപ്പിനെക്കുറിച്ചും വൈരാഗ്യത്തെക്കുറിച്ചും വിദ്വേഷത്തെക്കുറിച്ചും കോപമായിട്ടുമൊക്കെയാണോ? സ്നേഹത്തോടെ, ക്ഷമയോടെ, നല്ല കാര്യങ്ങൾ, സ്വർഗത്തിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് മറ്റുള്ളവരോട്, നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളോട് എപ്പോഴും പറയാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത് നമ്മൾ പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അഷ്ടസൗഭാഗ്യങ്ങൾ. സ്വർഗത്തിലേക്കുള്ള റോഡ് മാപ്പാണതെന്ന് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുമായിരുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്ന രജതവീഥി. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ 8 ഗുണങ്ങളെക്കുറിച്ചാണ് ഈശോ സൂചിപ്പിക്കുന്നത്. ആത്മാവിലുള്ള ദാരിദ്ര്യം, ശാന്തത, കരുണ, ക്ഷമ, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, എൻ്റെ ഭൗതികമായ മെച്ചങ്ങളെ ഓർത്തുള്ള വിലാപവും ആത്മീയമായ മെച്ചത്തിനു വേണ്ടിയുള്ള ആഗ്രഹവും ഹൃദയശുദ്ധി. ഇങ്ങനെ 7-8ഓളം ഗുണങ്ങൾ നമ്മളിൽ പ്രത്യേകമായി വേണം. അത് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കുള്ള അടിസ്ഥാന കാരണങ്ങളും യോഗ്യതകളുമാണെന്ന് കൂടി ഇന്നത്തെ ഈ അഷ്ടസൗഭാഗ്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നോമ്പ് കാലത്ത്, ഈ 25 നോമ്പിൻ്റെ അവസരത്തിൽ നമ്മൾ പ്രാർത്ഥനാപൂർവം ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുങ്ങുമ്പോൾ ഇതിൽ പറയുന്ന എത്ര ഗുണങ്ങൾ എന്നിലുണ്ട്? കരുണ, ഹൃദയശുദ്ധി, എളിമ, നീതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ഇതൊക്കെ എന്നിലുണ്ടോ? ഇല്ലെങ്കിൽ അതൊക്കെ വളർത്തിയെടുക്കുവാനും കൂടുതലായി പരിപോഷിപ്പിക്കുവാനുള്ള അവസരമാണ്. അത് ആത്മീയമായ അനുഷ്ഠാനങ്ങളിലൂടെ, വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുന്നതിലൂടെ, നല്ല കുമ്പസാരം നടത്തുന്നതിലൂടെ, തിരുവചനം വായിക്കുന്നതിലൂടെ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിലൂടെ, മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതിലൂടെയൊക്കെ ഈ സ്വർഗത്തിലേക്കുള്ള റോഡ് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന ഈ 8 അടിസ്ഥാന പ്രധാന കാര്യങ്ങൾ എന്നിൽ വളർത്തിയെടുക്കുന്ന സമയം കൂടിയാണ് ഈ നോമ്പുകാലം എന്ന് നമുക്ക് പ്രത്യേകമായി ഓർമ്മിക്കാം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന എന്നിൽ ഈ 8 ഗുണങ്ങളിൽ ഏതൊക്കെ ഇപ്പോഴുണ്ട്, ഏതൊക്കെ ഇപ്പോഴില്ല എന്ന് നമുക്ക് ആത്മശോധനയിലൂടെ കണ്ടെത്താം. ഇല്ലാത്തവ കൂടുതൽ ശക്തിയോടുകൂടി ഉണ്ടാക്കിയെടുക്കാനും ഈ നോമ്പ് കാലത്ത് പരിശ്രമിക്കാം. ആമേൻ.